ഞങ്ങൾ ഏതായാലും അപരന്മാരെ ആശ്രയിക്കില്ല. അത് വളരെ മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ജനാധിപത്യത്തെ അങ്ങനെ ദുർബലപ്പെടുത്തുന്ന ഒരു സമീപനവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എത്ര കോണുണ്ടാവും മത്സരത്തിന് എന്നുള്ളത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വ്യക്തമാവും. ഇപ്പോൾ ഇന്ന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാവുന്നു. പിന്നെ പിൻവലിക്കാനുള്ള സമയമൊക്കെ ഉണ്ടല്ലോ. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സത്യത്തിൽ ഞങ്ങൾ അങ്ങനെ ഉത്കണ്ഠപ്പെടുന്നതേയില്ല. ജനാധിപത്യം ശക്തിപ്പെടുക കൂടുതൽ പേര് മത്സരിക്കുമ്പോഴാണ്. അപ്പോൾ മത്സരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ആരും മത്സരിക്കരുതെന്ന് പറയാനൊന്നും നമുക്ക് അവകാശമില്ല. അപ്പം മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മത്സരിക്കട്ടെ. ജനങ്ങൾ അതൊക്കെ വിലയിരുത്തിക്കൊണ്ട് വിധി എഴുതുകയും ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ജനാധിപത്യം കൂടുതൽ ശക്തമാവും. നമുക്ക് അങ്ങനെ ആശിക്കാം. മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ അഭിമാനകരമായ വാക്കുകളാണ്. മാത്രവുമല്ല, ഈ ആർത്തിരമ്പി വന്ന വലിയൊരു ജനസാഗരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തെ ആകെ വളരെ ആവേശഭരിതമാക്കിയിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ചില പ്രയോഗങ്ങളൊക്കെ വളരെ സ്പോണ്ടേനിയസ് ആയി വന്നിട്ടുള്ള പ്രയോഗങ്ങളാണ്. അത് ജനങ്ങളിലും വലിയ ആവേശവും ഉത്സാഹവും ഒക്കെ സൃഷ്ടിച്ചിട്ടുമുണ്ട്. നാടാകെ ആ ഒരു ആവേശ തിമിർപ്പിലാണ് പോകുന്നത്. LDFന്റെ വോട്ടുകൾ അല്ലെങ്കിൽ LDF ഈ നാട്ടിൽ തുടരണം, കേരളത്തിൽ LDFന്റെ ഭരണം തുടരണം എന്നാഗ്രഹിക്കുന്നവർ, അത് LDF പ്രവർത്തകർ മാത്രമല്ല. അങ്ങനെ തെറ്റായ ഒരു ധാരണയും ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് പൊതുവായി നന്മയുള്ള നിലപാടുകൾ വരുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന ജനങ്ങൾ കൂടി വരുന്നുണ്ട്. അവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്.